പലപ്പോഴും ജീവിതത്തിൻ്റെ ചില സമയങ്ങളിലുള്ള മൗനങ്ങൾ ആഴമേറിയ ഉത്തരങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. നമുക്കറിയാം, നാണയങ്ങൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷേ കറൻസി നോട്ടുകൾ ശാന്തമാണ്. ഇതുപോലെ മൂല്യം കൂടുന്നതിനനുസരിച്ച് മനുഷ്യ മക്കൾ ശാന്തരാകുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീതിമാനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യോസേപ്പ് പിതാവ് നീതിയും സമാധാനവും കാരുണ്യവും വിശ്വസ്തയും പരസ്പരം ആശ്ലേഷിക്കുന്ന പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവഹിതം നിറവേറ്റുന്നതിൽ മനുഷ്യരുടെ മുമ്പിൽ തികച്ചും ശാന്തനും സൗമ്യനുമായിരുന്നു. കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ, തിരുസഭയുടെ പരിപാലകൻ, ഈശോയുടെ വളർത്തുപിതാവ്, മരണാസന്നരുടെ ആശ്വാസദായകന്, തൊഴിലാളിയുടെ മധ്യസ്ഥന്, അതിലുപരി പരിശുദ്ധ അമ്മയുടെ ഭർത്താവ്, തികച്ചും എവിടെയും ശാന്തനും സൗമ്യനുമായി യേശുപിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് യേശുപിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായിരുന്നു എന്ന്.